നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണത്. കുട്ടിയം മൈലക്കാടിന് സമീപമാണ് സംഭവം അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം. കൊല്ലത്താണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താണേരിക്കുന്നത്. സർവീസ് റോഡിലേക്കാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് വീണത്. കുട്ടിയം മൈലക്കാടിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അടിയന്തരമായി അന്വേഷിക്കാനടക്കം പൊതുമരാമത്ത് സെക്രട്ടറിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആൾക്കാർ വാക്കല്ലാതെ നിൽക്കുന്ന ആൾക്കാരല്ല, അല്ലാതെ തന്നെ ആൾക്കാർ എപ്പോഴും ഫോട്ടോ എടുക്കും. ഇങ്ങോട്ട് വരാൻ പറ്റുന്ന പോക്കാ. നീ അല്ലെങ്കിൽ മൈലക്കാട് വേണം. മൈലക്കാട് നമ്മളെ ഈ കുഴിയില്ലേ കണ്ണന്ന് റോഡ് കയറി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ആറിവാൾ, അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ്. കുരിയോട്ടുമലയിലും ഒക്കെ ഈ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം, ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് ഇടിഞ്ഞ് താണ് അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാള് ഇടിഞ്ഞ് താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലൂടെ കടന്നുപോയ 4-5 കാറുകളും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അങ്ങോട്ട് ആർക്കും കടന്നു പോകാൻ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെയും സമരത്തിലൂടെയൊക്കെ ആവശ്യപ്പെട്ടാണ് ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. സ്പാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. സംഭവ സ്ഥലത്തു നിന്നുമുള്ള ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിൽ തന്നെ വ്യക്തമാണ്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത തന്നെയാണ് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴാൻ ഇടയാക്കിയ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രദേശത്തു നിന്ന് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. സ്കൂൾ ബസ് അടക്കം വരുന്ന പാതയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ തന്നെ എത്രയും ഭീമാകാരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യമാണ്. കൊല്ലത്താണ് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താണത്. സംസ്ഥാനത്ത് ഒട്ടാകെ, കൊല്ലത്ത് മാത്രമല്ല, ഈ സമാന സംഭവങ്ങൾ സംസ്ഥാനത്ത് പല ജില്ലകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം നമ്മൾ നൽകിയതാണ്. അതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലത്തും ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. കൊല്ലത്താണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താണത്. വേണുഗോപാലിന്റെ പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി? കൂരിയാടും അത് തന്നെയല്ലേ സ്ഥിതി, തുറവൂരിലും അത് തന്നെയല്ലേ സ്ഥിതി? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ നിസ്സംഗതയാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ ജോലി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവന്റെ വില കൽപ്പിക്കുമ്പോൾ ആ ജീവന്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ? അതിനവർ ഇടപെടണ്ടേ? ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? ഇത് ഒന്നിനു പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിലൊരു പ്രസ്താവന കൊടുക്കും, അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളെ നേരെ കുതിര കയറും. ഇതിന് പകരം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല.
ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കണക്കെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കതിൽ പങ്കുണ്ടാവും. കേന്ദ്രത്തിന്റെ ദേശീയപാത അതോറിറ്റി ഭാഗത്തുള്ള കുറ്റകരമായ കാര്യമാണ്. എന്തായാലും ഇത് പാർലമെന്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവാണ്. അല്ലെങ്കിൽ തന്നെ കുര്യാടിന്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. ഒരു പരിമിതിയുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പക്ഷേ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ. മാത്രമല്ല ജില്ലാ കലക്ടർമാർ ചെയർമാനായിട്ടുള്ള സമിതികൾ എല്ലാ ജില്ലയിലും ഉണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുണ്ട്. അവർ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇത് അപകടമുള്ള കൺസ്ട്രക്ഷനാണ്. നാട്ടുകാർക്ക് കൺസ്ട്രക്ഷനെ കുറിച്ച് ബോധ്യം വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അത് ബോധ്യം വരില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം വരില്ലേ? നാട്ടുകാർ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ ഞാൻ കണ്ടത്. ആ വിഷ്വൽസിനകത്ത് നാട്ടുകാർ ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരാതിയില്ലേ? ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കലാണോ? അപ്പൊ ഇത് വളരെ ഗൗരവതരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വലിയ തോതിലുള്ള പരാതികളാണ് ജനങ്ങളുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ ആവശ്യപ്പെടുന്നവർ ഒരു DPR പോലും അതിന്റെ വിവരാശിപ്പാൽ ചോദിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താണ് ഇതിൽ നടപടി എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങളുടെ PSC കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അത് പാർലമെന്റ് അംഗീകരിച്ച റിപ്പോർട്ടാണ്. ഇപ്പോൾ പാർലമെന്റിൽ സമർപ്പിച്ച് പാർലമെന്റിനകത്ത് അത് പാർലമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതനുസരിച്ച് മന്ത്രാലയത്തിൽ അയച്ചു കൊടുത്തു. ഞങ്ങളുടെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിന്റെ പുറത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ സംഭവത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥയാണിത്. ഒന്നിനു പിറകെ ഒന്നായി ഈ സംഭവങ്ങളെല്ലാം ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ദേശീയപാത നിർമ്മാണത്തിലടക്കം അഴിമതിയാണ് ഉള്ളതെന്നാണ് KC വേണുഗോപാൽ പ്രതികരിക്കുന്നത്. സംസ്ഥാനം പ്രസ്താവനകൾ ഇറക്കി ഒഴിഞ്ഞു മാറുകയാണ് ഓരോ തവണയും ചെയ്യുന്നത്. ഈ അഴിമതി ദേശീയപാത നിർമ്മാണത്തിലുണ്ടാകുന്ന അഴിമതിയിൽ സർക്കാർ മൂടി വെക്കുകയാണ് എന്നാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം. രൂക്ഷമായാണ് സംസ്ഥാന സർക്കാരിനെ KC വേണുഗോപാൽ വിമർശിക്കുന്നത്. ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. എന്നിട്ടും സർക്കാർ വേണ്ട നടപടികൾ ഈ ഒരു കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറയുന്നത്.